ആ സൈഡ് ബ്രഷാണ്. ഇതാണ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈഡിലുള്ള അഴുക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് അത് തൂത്തുവാരി അങ്ങ് ഇടുന്നത്. അപ്പോൾ ഈ വാക്വം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അത് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി, ഒരു ക്ലാമ്പ് പോലെ. വേറെ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഒന്നുമില്ല. ചെറുതിൽ നമ്മൾ സ്ക്രൂ പോലെ ടൈറ്റ് ചെയ്യണം, പക്ഷേ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ സൈഡ് ബ്രഷ്. ഈ പോർഷനാണ്, ഈ ബാക്കിലത്തെ പോർഷനാണ് നമ്മൾ കാണുന്ന ആ വെള്ളം ഒഴിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ മോപ്പ് കണക്ട് ചെയ്യുന്നതെല്ലാം ആ ബാക്കിലെ പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ എസ്ക്രോ ഉള്ളതുകൊണ്ട് നമുക്ക് ആ മോപ്പിംഗ് പാഡ് മാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ആ മോപ്പിൻ്റെ ഡിസൈനിൽ തന്നെയാണ് അതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആ പ്ലാസ്റ്റിക് മൊഡ്യൂളുള്ളത് കൊണ്ട് നമുക്ക് അതും കൂടെ സൗകര്യമാണ്. കണ്ട, ഈ കാണുന്ന ഇതിൽ അവിടെ പ്രസ് ചെയ്തിട്ട് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് മൊഡ്യൂളും വരും. അതായത് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടതും പൊടിയൊക്കെ സെക്ഷൻ ചെയ്തിട്ട് ഉള്ളിൽ ശേഖരിക്കുന്ന ആ ബോക്സുകളൊക്കെയാണ് ഇതിൻ്റെ ആ യൂണിറ്റിൽ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് ഇത് തുറക്കുമ്പോൾ ആ മോപ്പൊക്കെ അതിൽ നമുക്ക് നേരത്തെ ഒരു എക്സ്ട്രാ ഒരെണ്ണം കൂടി അഡീഷണൽ തന്നിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലാക്ക് ടൈപ്പ് ഇതും കൂടി ഉണ്ട്. അതായത് ആ ഫിൽറ്ററാണ് ആ സംഭവം. പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് തുറക്കുന്നതാണ് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് മോപ്പിങ്ങിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെക്കുന്നത്. ഇത് കൂടാതെ ഈ മോപ്പ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. ഫിറ്റ് ചെയ്തിട്ട് നേരെ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇത് ഊരിയെടുക്കണമെന്നില്ല, മോപ്പ് കണക്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ട, ആ ഡസ്റ്റ് ശേഖരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് ആ ഡസ്റ്റൊക്കെ കൊണ്ട് കളയാനായിട്ട് എളുപ്പമാണ്. വലിച്ചാൽ മതി അതിൽ. കണ്ട, മോപ്പിങ്ങിൻ്റെ ഇതാണെങ്കിലും നമുക്ക് ആ ജസ്റ്റ് അത് റിമൂവ് ചെയ്താൽ മതി. ഈ മോപ്പ് ചെയ്യുമ്പോൾ മാത്രം അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമ്മൾ ഈ മോപ്പിൻ്റെ ഈ സെറ്റ് ഉൾപ്പെടെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്വം മാത്രമായിട്ട് നടക്കും. മോപ്പും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളം കൂടി ഒഴിക്കണം. ഈ വാക്വം ചെയ്യുന്ന സമയത്തായിരിക്കും ഈ മോപ്പിംഗ് കൂടെ നടക്കുന്നത്. അത് പക്ഷേ എത്രമാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ തറയിൽ ഇങ്ങനെ തൊട്ട് ആ പ്രതലത്തിൽ തൊട്ടങ്ങ് പോകുന്നത് കൊണ്ട് നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല. അതായത് നല്ല കാഠിന്യമുള്ള കറകളൊക്കെ മാറുന്നെങ്കിൽ വലിയ പ്രയാസമാണ്. പക്ഷേ ജസ്റ്റ് നമുക്കൊരു മോപ്പിംഗ് ഫെസിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആ കാണുന്ന ഇത് ഇടയ്ക്ക് നമ്മൾ എടുത്ത് അത് ക്ലീൻ ചെയ്യണം. റെഗുലർ ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്യുകയും കൂടി ചെയ്യണം. കാരണം ഡസ്റ്റ് അവിടെ സെഡിമെൻ്റ് ആയിട്ട് ആ ഒരു ഫിൽറ്ററിൻ്റെ കേപ്പബിലിറ്റി പോകും. അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിക്കാം. നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലുള്ളതിൽ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല. വെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഈ മോപ്പും കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോപ്പിങ്ങിനും കാര്യങ്ങൾക്കും കൂടി അതിൽ സുഖമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ തുടച്ചു കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലും ഡസ്റ്റ് കിടക്കും. നമ്മുടെ കണ്ണിൽ പെടാത്ത ടൈപ്പ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരെ നമുക്ക് ഈ വാക്വം ക്ലീനർ സെക്ഷൻ ചെയ്ത് ഉള്ളിലേക്ക് എടുത്തോളും.